എനിക്ക് വേണ്ടത് നിന്നെ. അത് ഞാൻ സ്വന്തമാക്കുകയും ചെയ്യും. കല്യാണ തീയതി കുറിച്ചെന്ന് കരുതി എല്ലാം ആയെന്നൊന്നും വിചാരിക്കണ്ട. കല്യാണം നടക്കില്ല, ഞാൻ നടത്തില്ല. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന നീ പറയുന്നത്? കൂടുതൽ കളിച്ചാലേ കളി ഞങ്ങൾ പഠിപ്പിക്കും. ഇത്തവണ നിനക്ക് വീൽ ചെയറിലെങ്കിലും ഇരിക്കാൻ പറ്റി, അടുത്ത തവണ കിടപ്പിലായിരിക്കും. എന്തേ കാണണോ നിനക്ക്? നിന്റെ ഈ വീറും വാശി എനിക്കിഷ്ടമാണ്. ഓരോ തവണ നീ അങ്ങനെ കാണിക്കുമ്പോഴും അതെന്നെ കൂടുതൽ ഹാരം പിടിപ്പിക്കാറാ പതിവ്. ഈ ശരത്തിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഇതല്ല എന്റെ പൊക്കം. ഭൂമിക്കടിയിലേക്ക് വളർച്ചയുണ്ട് എനിക്ക്. ഏതാണ്ട് ഇത്ര തന്നെ. ഒരു പൂ പറിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് ഞാൻ നിന്നെ പറിച്ചെടുത്തുകൊണ്ട് പോകും. ഇതിനെയാണ് സ്വപ്നം എന്ന് പറയുന്നത്. നടക്കാത്ത സ്വപ്നം. മുള്ളുവേലിയുള്ള തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂവ ശരത്തേന. അത്ര പെട്ടെന്നൊന്നും നിനക്കെന്നെ പറിച്ചെടുക്കാൻ പറ്റില്ല. നാളെ എന്റെ കാലിലെ പ്ലാസ്റ്റർ മാറ്റും. അതോടെ എനിക്ക് നടക്കാനാവും. ഇതൊക്കെ പിന്നെ ഒരു പഴങ്കഥ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. കുറെ കണക്കുകൾ തീർക്കാനില്ലേടി നമ്മൾ തമ്മില്. അതൊക്കെ നമുക്ക് തീർക്കണ്ടേ? സന്തോഷം. സമയവും തീയതിയും സ്ഥലവും കുറിച്ച് തന്നേച്ചാ മതി. അവിടെ ഞാൻ വന്നേക്കാം. നീ പറയുന്ന സ്ഥലത്ത്. നീ പേടിപ്പിക്കുമ്പോ പേടിക്കാനേ ഞാൻ നഴ്സറി കുട്ടിയൊന്നുമല്ല. അറിയാലോ, നട്ടൂരി തെറിച്ചത്. ഇനി പലതും അതുപോലെ സംഭവിക്കും. മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്ക്, അല്ലെങ്കിലേ നിന്നെക്കാളും മോശമാണ് ഞാൻ.